യെസ് സോ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളെ ഫിസിക്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററിലേക്ക് പോകുകയാണ്. മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ ഒരു +2 ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഒത്തിരി കൺസെപ്റ്റുകളാണ് ആദ്യത്തെ ഭാഗത്തുള്ളത്. പിന്നീട് നമ്മൾ അതിലെ പ്രോബ്ലത്തിലേക്കും കടക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾക്ക് ലോറൻസ് ഫോഴ്സും മറ്റ് ചെറിയ കുറഞ്ഞ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ചാപ്റ്റർ 100% ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എല്ലാ ഷിഫ്റ്റുകളിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ 1 ക്വസ്റ്റ്യൻ ഓർ 2 ക്വസ്റ്റ്യൻ എല്ലാ ഷിഫ്റ്റുകളിലും ഉണ്ട്. പക്ഷേ ചില ഷിഫ്റ്റിൽ കുറച്ചധികം ക്വസ്റ്റ്യനും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. എനിവേ നമുക്ക് അടിപൊളിയായിട്ട് തുടങ്ങാം. എല്ലാവരും ഒന്ന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് തംസപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ ഹിയർ വി ഗോ മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം. അപ്പോൾ ഇതിൽ ആദ്യത്തെ പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂവിങ് ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ കുറിച്ചാണ്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ആദ്യം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. നമ്മുടെ കയ്യിൽ ഒരു സോഴ്സ് ചാർജ് ഉണ്ട്. അത് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ നമുക്കറിയാം F=QE എന്ന് പറയുന്ന ഫോഴ്സ് അതിലുണ്ടാകും. നൗ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലെ ഒരു സോഴ്സ് ചാർജ് അല്ലെങ്കിൽ ഒരു ചാർജ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിലാണ് അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് എൻ്റെ കയ്യിലുള്ള ചാർജ് മൂവിങ് വിത്ത് സം വെലോസിറ്റി V ആയിരിക്കും. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ചാർജ് ഉണ്ട്. സോ നൗ ദിസ് ഈസ് മൂവിങ് വിത്ത് സം വെലോസിറ്റി V. ഇനി ഇത് V എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന സ്ഥലത്ത് എന്തുണ്ട്? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ് ചാർജ് മൂവ് ചെയ്യുന്നത്, ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. വിച്ച് മീൻസ് ദിസ് ഈസ് മൂവിങ് ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാകുന്നുള്ളൂ, എനിക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ. ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ഇക്വേഷൻ ആണ് ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. F=Q×V×B. ക്ലിയർ ആയിട്ടുണ്ടാവും. F=Q×V×B. വെരി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. Q എന്ന് പറഞ്ഞാൽ എൻ്റെ ചാർജാണ്, V എന്ന് പറഞ്ഞാൽ എൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്? എഫിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? എഫിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്റ്റർ V ആൻഡ് വെക്റ്റർ B ആയിരിക്കില്ല. ബിക്കോസ് V×B ആണ്, ക്രോസ് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ F=Q×V×B എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ആണ് ആദ്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓർ യു ക്യാൻ ഓൾസോ write that the F is nothing but QVB sin theta, where theta is the angle between vector V and vector B. വിയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ്. അപ്പോൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളത് QVB എന്ന് എടുക്കും. ഇനി അല്ലാത്ത കേസുകളിൽ വെലോസിറ്റിക്ക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് നമ്മൾ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത്. എനിവേ ഈ ഒരു ഇക്വേഷൻ വളരെ തന്ത്രപ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. എന്തായാലും ഇനി നമുക്ക് അടുത്ത മറ്റൊരു എക്സ്പ്രഷനിലേക്ക് പോകാം. ലോറൻസ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ ആണത്. ലോറൻസ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഈ ഒരു എക്സ്പ്രഷൻ. അതായത് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് എൻ്റർ ചെയ്യുന്നുണ്ട്? ഇതാണ് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. മേ ബി ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ആര് എൻ്റർ ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു ചാർജ് എൻ്റർ ചെയ്യുന്നുണ്ട് വിത്ത് സം വെലോസിറ്റി V. ഓഫ് കോഴ്സ് V എന്ന് പറയുന്ന വെലോസിറ്റിയിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. നൗ ദിസ് ഈസ് ഓൾസോ എൻറ്ററിങ് ഇൻ ടു ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ മറ്റൊരു ഇലക്ട്രിക് ഫീൽഡ് കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോ. മേ ബി സംതിങ് ലൈക്ക് ദിസ്. ഏതോ ഡയറക്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൂടെ ഉണ്ട്. സോ വിച്ച് മീൻസ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് എൻറ്ററിങ് ഇൻ ആൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടാളുണ്ട്. ആ സമയത്താണ് നമുക്ക് ആരെ യൂസ് ചെയ്യേണ്ടത്? ലോറൻസ് ഫോഴ്സ് യൂസ് ചെയ്യേണ്ടത്. വെരി സിമ്പിൾ. F=QE എന്ന് പറയുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടാകും. Q×V×B എന്ന് പറയുന്ന ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? F=Q×E+V×B എന്ന് പറയാൻ പറ്റും. E+V×B. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട അടുത്ത ഫോർമുല. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. F=Q×E+V×B. വെരി സിമ്പിൾ ആൻഡ് വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? സോ F=Q×E+V×B. ഇനി നോക്കിക്കേ, ഇനി നമ്മൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാകും, ഹിയർ വി ഹാവ് എ പ്രോട്ടോൺ which is projected with velocity V is equal to 2 I cap in a region where magnetic field B is equal to I cap plus 3 J cap plus K cap
Tesla and the electric field E is equal to 10 I cap. Then find out the net force on the proton. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഓൺ ദ പ്രോട്ടോൺ ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പം നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എൻ്റെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകും. രണ്ടാളുകളും കൂടെയുള്ള ഫോഴ്സ് കാണണം, എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. ബിക്കോസ് നെറ്റ് ഫോഴ്സ് ആണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് ഫോഴ്സ് ആൻഡ് ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്. റൈറ്റ്, ക്ലിയർ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ എനിക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? രണ്ട് ഫോഴ്സുകളാണ് ഇവിടെ ഉണ്ടാകുക. എൻ്റെ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ആയിരിക്കും. രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആയിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം നോക്കിക്കേ, മൈ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ഉണ്ട്. ഇവിടെ രണ്ടാളുകളെയും നോക്കുകയാണ്. ദിസ് ഈസ് എ പ്രോട്ടോൺ, തന്നിട്ടുള്ളത് ഒരു പ്രോട്ടോൺ ആണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് എന്താ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. സോ പ്രോട്ടോണിൻ്റെ ചാർജ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ആൻസർ ചെയ്യാനായിട്ട് പോവാണ്. സോ മൈ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇ പ്ലസ് വി ക്രോസ് ബി ആയിരിക്കും. സോ ഇവിടെ എന്താണ് എൻ്റെ ക്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോട്ടോണിൻ്റെ മാസാണ്. സോ പ്രോട്ടോണിൻ്റെ മാസ് എനിക്ക് ഓൾറെഡി അറിയാം. പ്രോട്ടോണിൻ്റെ ചാർജ് ആണ് 1.6 × 10⁻⁻19 ആണ്. ഇനി ഇ പ്ലസ് വി ക്രോസ് ബി. അപ്പോൾ ആദ്യം എനിക്ക് എന്ത് കാണണം? എൻ്റെ വി ക്രോസ് ബി കാണണം. സോ ഞാൻ ആദ്യം എൻ്റെ വി ക്രോസ് ബി കാണാനായിട്ടിരിക്കുകയാണ്. സോ വാട്ട് വിൽ ബി മൈ വി ക്രോസ് ബി? ഇവിടെ നോക്കിക്കേടാ. സോ ആദ്യം വി ക്രോസ് ബി കാണാനാണ്. വെക്റ്റർ വി എത്രയാണ്? വി ഇസ് ഈക്വൽ ടു 2 I cap ആൻഡ് മൈ വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു I cap 3 J cap, I cap 3 J cap പ്ലസ് 4 K cap ആണ്. നൗ വാട്ട് ഈസ് മൈ വി ക്രോസ് ബി? ഞാൻ ആദ്യം ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാണ്. സോ മൈ I J K വി ക്രോസ് ബി ആണ്. വി എത്രയാണ്? 2 ആണ്. 0 0. ബി എത്രയാണ്? 1 3 4. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു I cap ഇൻറ്റു ഐ ടേം എന്താ വരിക? 0 × 4 0 വരും. 3 × 0 0 വരും. മൈനസ് ജെ ക്യാപ്പ് ഉള്ള റോയും കൂടെ ഒഴിവാക്കിയാൽ 2 × 4 ദാറ്റ്സ് ഈക്വൽ ടു 8 വരും. മറ്റത് 0 വരും. ഇനി അടുത്തത് പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു ഇതുള്ള റോയും കൂടെ ഒഴിവാക്കിയാൽ 3 × 2 ദാറ്റ്സ് ഈക്വൽ ടു 6 വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 6. നൗ ദിസ് ഈസ് നത്തിങ് ബട്ട് -8 ജെ ക്യാപ്പ് പ്ലസ് 6 കെ ക്യാപ്പ് എന്ന് കിട്ടും. എന്ത്? എൻ്റെ വി ക്രോസ് ബി. നൗ വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ എത്ര? ഈ ഇവിടെ എനിക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 10 I cap ആണ്. സോ 10 I cap ഇതും എന്തിലാണ്? മൈക്രോയിലാണ്. സോ അതുകൊണ്ട് 10⁻⁻6 എനിക്ക് പുറത്തെടുക്കാനായിട്ട് പറ്റും. സോ 10 I cap പ്ലസ് ഇവിടെ എന്തുണ്ട്? -8 J cap പ്ലസ് 6 K cap. ക്ലിയർ അല്ലേ? 6 K cap. റൈറ്റ്. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്താ വരിക? ക്യൂ ഇൻറ്റു 10 I cap -8 J cap പ്ലസ് 6 K cap എന്നുണ്ടാകും. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു വി ആർ നൗ ഗോയിങ് ടു ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ്. നമുക്ക് മാഗ്നിറ്റ്യൂഡ് ആണ് കാണേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആദ്യം കാണാണ്. ഇവിടെ 1.6 × 10⁻⁻19 ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് എൻ്റെ -6 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ -25 ഉണ്ടാകും. ഇൻറ്റു 10 I cap -8 J cap പ്ലസ് 6 K cap എന്നുണ്ടാകും. റൈറ്റ്. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ദിസ് വിൽ ബി ഈക്വൽ ടു 1.6 × 10⁻⁻25 ഇൻറ്റു റൂട്ട് ഓഫ് 10² എത്രയാണ്? 100 ആണ്. പ്ലസ് 8² എത്രയാണ്? 64 ആണ്. ഇത് എത്ര വരും? 36 വരും. എന്ന് വെച്ചാൽ റൂട്ട് 200 ഉണ്ടാകും. എന്ന് വെച്ചാൽ റൂട്ട് 2 × 10 ഉണ്ടാകും. സോ റൂട്ട് 2 × 1.6 × 10⁻⁻24 എന്നുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ ടേമിലേക്ക് എഴുതുകയാണെങ്കിൽ ഇവിടെ എനിക്ക് കിട്ടുന്ന ആൻസർ ദിസ് വിൽ ബി ഈക്വൽ ടു 22.6 ന്യൂട്ടൺ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോടാ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. വെരി സിമ്പിൾ. അതായത് ഇവിടെ മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചത്. ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അതായത് എൻ്റെ ഒരു ലെങ്തി ആണ്, ആദ്യം ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്തിട്ട് എഫ് കണ്ടിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാം. അത്രേ ഉള്ളൂ. കുറഞ്ഞ 2-3 സ്റ്റെപ്പുകൾ ചെയ്യാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വെരി ഈസി ആൻഡ് വെരി ഡയറക്റ്റ് ആണ്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ?
ക്ലിയർ. നീറ്റിന് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല ആക്ച്വലി കുവറ്റിന് ചോദിച്ചിട്ടുള്ളത്. കുവറ്റിന് ഒരു മിക്സഡ് ടൈപ്പാണ് കണ്ടത്. നീറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ ലെവലുള്ള ക്വസ്റ്റ്യൻസും ഫിസിക്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നീറ്റ് ലെവൽ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മേ ബി ചിലപ്പം നല്ല ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസോ ചിലപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ അടുത്ത ചോദ്യമുണ്ട്. സോ ഹിയർ വി ഹാവ് എ പ്രോട്ടോൺ entering a magnetic field of flux density 1.5 meter per square with velocity 2 into 10 to the power 7 meter per second at an angle 30 degree with the field. The force on the proton will be, again the same type question ആണ്. So here we have to find the force on the proton. അപ്പോൾ ഞാൻ നേരത്തെ പണ്ടു F is equal to എന്തായിരുന്നു? F is nothing but Q into V into B sin theta എന്നായിരുന്നു. സോ ഹിയർ ദ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് ബി. സോ ഇവിടെ തന്നിട്ടുണ്ട് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദ ഫീൽഡ് എന്ന് വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ വിയും ബിയും എന്താണ്? 30 ഡിഗ്രി ആണെന്നർത്ഥം. സോ ദിസ് ഈസ് ഈക്വൽ ടു Q എത്ര? ഇത് പ്രോട്ടോൺ ആണ്. സോ 1.6 into 10 to the power minus 90 into V എത്രയാണടാ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2 into 10 to the power 7 ആണ്. ബി എത്രയാണ്? 1.5 വെബർ ആണ്. സോ 1.5 ഉണ്ട്. നൗ ഇൻറ്റു സൈൻ 30 കിട്ടും. ഇൻറ്റു സൈൻ 30 ക്ലിയർ ആയിട്ടുണ്ടോ? സൈൻ 30. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും? സോ സൈൻ 30 ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കി ടേമുകൾ നോക്കുകയാണെങ്കിൽ 10 to the power minus 7 ഇത് ക്യാൻസൽ ചെയ്ത് പോയാൽ ഐ വിൽ ബി ഗെറ്റിംഗ് 10 to the power minus 12 എന്ന് കിട്ടും. 10 to the power minus 12. ഇനി 1.6 ഉണ്ട്, ഇൻറ്റു 2 ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ 1.5 ഉണ്ട്. ഇതിലെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക? 2.4 കിട്ടും. 2.4 ഇൻറ്റു 10 to the power minus 12 ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അഗെയിൻ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? വെരി സിമ്പിൾ. ഓക്കെ, ഡയറക്റ്റ് തന്നെയാണ്. ക്യൂ വി ബി സൈൻ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് ചെയ്യാനുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയുള്ളത്. ഓക്കെ, പക്ക കിട്ടുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അടുത്ത പാർട്ടുകളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വേറൊന്നുമല്ല. If an electron is traveling horizontally towards east, a magnetic field in vertically downward direction exert a force on the electron along. ഏത് ഡയറക്ഷനിലാണ്? അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. മേ ബി ഞാനിവിടെ എൻ്റെ പോളുകൾ വരയ്ക്കുന്നുണ്ട്. സോ നൗ വാട്ട് വി ഹാവ്, ആൻ ഇലക്ട്രോൺ ഈസ് ട്രാവലിംഗ് ഹൊറിസോണ്ടലി ടുവേർഡ്സ് ഈസ്റ്റ് എന്ന് വെച്ചാൽ ഭൂമിയുടെ ഇതേപോലെ ഈസ്റ്റിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. നൗ വാട്ട് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ എക്സേർട്ട് ആൻഡ് ഫോഴ്സ് ഓൺ. ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ താഴോട്ടാണ് പോകുന്നത്, റൈറ്റ്? അപ്പോൾ നമുക്കറിയാം F is equal to എന്താണ് വരിക? F is equal to Q into V cross B ആ. അപ്പോൾ V cross Bയുടെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഇൻ നോർത്ത് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാകുക, അല്ലേ? സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ക്രോസ് പ്രൊഡക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. വളരെ ഈസിയാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എഗെയിൻ അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള 2 ഫോർമുലാസും ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ അങ്ങ് 100% ആയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഈ ടൈപ്പ് ആയിരിക്കും F is equal to Q into V cross B വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് മിക്കവതും എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഇതേ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് CUETക്ക് പ്രതീക്ഷിക്കാവുന്നത്. എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത പാർട്ടിലേക്ക് നമ്മൾ പോവാണ്. ക്വസ്റ്റ്യൻ്റെ മുന്നേ നമുക്ക് കുറച്ച് തിയറീസും കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തന്നെ കയറുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ലോറൻസ് ഫോഴ്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, നമ്മുടെ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലൂടെ എൻ്റെ ഒരു കറണ്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ, ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ സം മാഗ്നറ്റിക് ഫീൽഡ്, വാട്ട് വിൽ ഹാപ്പൻ? അതിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സുകളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഓർത്തിരുന്നാൽ മതി. ആക്ച്വലി ദിസ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം മെനി ബയോട്ട്സ് ഒക്കെ വെച്ച് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പം ഫോർ ദ ടൈം ബീയിങ് ജസ്റ്റ് റിമെമ്പർ ദിസ് ഇക്വേഷൻസ്. അതായത് നേരത്തെ നമ്മുടെ കയ്യിൽ ചാർജ് ആയിരുന്നു. ഇപ്പോൾ ചാർജിന് പകരം എന്താണ്? ഇതൊരു കണ്ടക്ടറാണ് ഹാവിങ് സം ലെങ്ത് L. ഇതിലൂടെ I എന്ന് പറയുന്ന കറണ്ട് പോകുന്നുണ്ട്. ആൻഡ് ദിസ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ബി. ബിയുമായിട്ട് തീറ്റ ആംഗിളാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ യു ക്യാൻ സേ ദാറ്റ് യുവർ F വിൽ ബി ഈക്വൽ ടു I ഇൻറ്റു DL ക്രോസ് ബി എന്നാണ്. അപ്പോൾ DLനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് L ക്രോസ് ബി എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? L ക്രോസ് ബി.
അപ്പോൾ ആ എല്ലിൻ്റെ ഡയറക്ഷൻ ഏതാ ആക്ച്വലി ഇതാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ദിസ് വിൽ ബി ഈക്വൽ ടു BIL sin തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഈ ഒരു എക്സ്പ്രഷൻ. സോ മൈ F is equal to BIL sin theta or will B into I into L sin theta. ക്ലിയർ ആയിട്ടുണ്ടല്ലോടാ? അപ്പോൾ ഇതാണ് എൻ്റെ ഫോഴ്സ് കാണാനുള്ള എക്സ്പ്രഷൻ BIL sin theta. നൗ വാട്ട് ദിസ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കേ, ഇനി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി മറ്റൊരു കേസിലേക്ക് തന്നെ വീണ്ടും പോകുകയാണ്. അതായത് ഇവിടെ നമ്മുടെ മോഷൻ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്, മോഷൻ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് എൻ്റെ ചാർജ്ഡ് പാർട്ടിക്കിൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫോഴ്സ് ഉണ്ടാകും എന്നുള്ള ഫോഴ്സും പിന്നെ അതേപോലെ തന്നെ ആ ഫോഴ്സിൻ്റെ എക്സ്പ്രഷനും മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഇനി നമ്മളതിൻ്റെ ഓരോ കേസുകളായിട്ട് ഡിസ്കസ് ചെയ്യാണ്. അതായത് എങ്ങനെയായിരിക്കും ആ ഒരു ഫോഴ്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതായത് ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഏതൊരു ഒബ്ജക്റ്റിലും ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ ബോഡി എന്താകും, ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാകും, അല്ലെങ്കിൽ ആ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് കേസ് വിച്ച് മീൻസ് മൈ V ആൻഡ് വെക്റ്റർ V ഈസ് പെർപെൻഡിക്കുലർ ടു വെക്റ്റർ B. അതായത് ഞാൻ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം ഇൻവേർഡ് ആണ്, താഴോട്ടാണ്. നോ ഐ ആം എൻട്രിങ് സംതിങ് ലൈക്ക് ദിസ്, ഇതേപോലെ എൻട്രി ആണ്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചോ, മേ ബി സംതിങ് ലൈക്ക് ദിസ്, ഇതേപോലെ എൻട്രി ആണ്. വിച്ച് മീൻസ് ഇൻ ദ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്താ സംഭവിക്കുക, V ക്രോസ് B വരും. V ക്രോസ് B എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദിസ് V ക്രോസ് B, ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ V ക്രോസ് B, ഇങ്ങോട്ടാണ് ഇപ്പോൾ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ V ക്രോസ് B. അപ്പോൾ V ക്രോസ് B ഇങ്ങോട്ട് വരുന്നാൽ എങ്ങോട്ടാ ഫോഴ്സ് ഉണ്ടാവുക, ഈ ഡയറക്ഷനിലാണ്. എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ടല്ലോ. സോ അങ്ങനെയാണെങ്കിൽ അതെന്താ സംഭവിക്കുക, ഓഫ് കോഴ്സ് അത് ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരില്ലേ. സോ ദിസ് ഈസ് മൈ V ആൻഡ് ദിസ് ഈസ് മൈ B. സോ V ക്രോസ് B എന്ന് പറയുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ ഉണ്ടാകും, ഇതിൻ്റെ ഉള്ളിലോട്ടുണ്ടാകും. സോ വിച്ച് മീൻസ് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ആണ് ആക്ച്വലി ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേസ് 1 എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷനിലായിരിക്കും നിങ്ങളെ ബോഡി എൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ഇറ്റ് വിൽ ബി എ സർക്കുലാർ മോഷൻ, നോ പ്രോബ്ലം. ഇനി നോക്കിക്കേ, സർക്കുലാർ മോഷനിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളതിൻ്റെ എക്സ്പ്രഷൻസും മറ്റു കാര്യങ്ങളും ഇനി ഒന്ന് ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് സർക്കുലാർ മോഷനിലുണ്ടെങ്കിലും നമ്മളതിൻ്റെ എക്സ്പ്രഷൻസ് നോട്ട് ചെയ്ത് വെക്കണം, കാരണം എക്സാമിന് ചോദിക്കുന്നതാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി നോക്കിക്കേ, ഇനി ഏതൊരു ബോഡി സർക്കുലാർ മോഷനിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഫോർ എനി ബോഡി വിച്ച് is circular motion with some radius r and the moving with some velocity v and having some mass m, അതിന് എന്ത് വേണം, നിർബന്ധമായിട്ടും അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താ അവിടെ, mv² ഡിവൈഡഡ് ബൈ r ആണ്. സോ ദിസ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ Q ഇൻറ്റു V ഇൻറ്റു B, അല്ലെങ്കിൽ Q ഇൻറ്റു V ക്രോസ് B ആയിരുന്നു. സൈൻ തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ട് QVB എന്ന് കിട്ടും. സോ വെർ V ഈസ് ദ വെലോസിറ്റി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ V ഗെറ്റ് ക്യാൻസൽ. സോ ഐ ക്യാൻ റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ R. റേഡിയസ് ഓഫ് ദിസ് വിൽ ബി ഈക്വൽ ടു MV ഡിവൈഡഡ് ബൈ QB എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? MV ഡിവൈഡ് ബൈ QB, ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു എക്സ്പ്രഷൻ ആണ്. MV ഡിവൈഡഡ് ബൈ QB, വെരി ഈസി. അതായത് എൻ്റെ ബോഡി സർക്കുലാർ മോഷനിലാണ്. സർക്കുലാർ മോഷനിലുള്ള ഏതൊരു ഒബ്ജക്റ്റിനും എന്തുണ്ടാകും, അതിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാകും. സോ ദാറ്റ്സ് ഈക്വൽ ടു mv²/r വിച്ച് ഈസ് ഈക്വൽ ടു QVB. ഇത് വെച്ചിട്ട് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഞാനത് ഡിറൈവ് ചെയ്തെടുക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. QB ഡിവൈഡഡ് ബൈ M ആണ് കിട്ടുക. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് 2πr ആണ്, ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഇതിൽ നിന്ന് കിട്ടും. വെലോസിറ്റി എത്ര വരിക, QBR ഡിവൈഡഡ് ബൈ M ആണ്. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ ടൈം പീരീഡ് കിട്ടും, 2π/t കണ്ടാൽ മതി. അതാണ് എൻ്റെ ഒമേഗ കിട്ടുക. സോ ദാറ്റ് ഒമേഗ വിൽ ബി ഈക്വൽ ടു QB ഡിവൈഡ് ബൈ M. അടുത്ത എക്സ്പ്രഷൻ കിട്ടിയല്ലോ. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ ആംഗുലാർ ഫ്രീക്വൻസി. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ ആംഗുലാർ ഫ്രീക്വൻസി. ക്ലിയർ ആയിട്ടുണ്ടല്ലോടാ? ആംഗുലാർ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷനാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. നേരത്തെ എൻ്റെ റേഡിയസ് ആയിരുന്നു. അപ്പോൾ ഈ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്, വെച്ചിട്ട് പ്രോബ്ലംസ് ഉണ്ട്, നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേ, ഇനി അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ MVQ ഒമേഗ എന്ന് വെച്ചാൽ എന്താ, 2π/t ആണ്. സോ ഫ്രം ദാറ്റ് എക്സ്പ്രഷൻ ഐ ക്യാൻ ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ദ ടൈം പീരിയഡ് 2πm ഡിവൈഡഡ് ബൈ QB എന്നായിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടോ? 2πm ഡിവൈഡഡ് ബൈ QB. ക്ലിയർ അല്ലേ?
2πm divided by QB. So this is the time period. ഇതാണ് എനിക്ക് ആവശ്യമായിട്ടുള്ള ടൈം പീരിയഡ് ഓഫ് ദി റെവല്യൂഷൻ ഓർ എനിക്ക് ഈ ഒരു സാധനം ഹാവിങ് സം മാസ് ആൻഡ് ഹാവിങ് സം ചാർജ്, ഇത് ഒരു വട്ടം ഇതിലിങ്ങനെ കറങ്ങി എത്താൻ ആവശ്യമായിട്ടുള്ള സമയം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? വെരി ഈസി വൺ. നൗ മൂവിങ് ടു ദ സെക്കൻഡ് കേസ്. സെക്കൻഡ് കേസിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ല, ബട്ട് വി ഈസ് മേക്കിംഗ് സം ആംഗിൾ വിത്ത് ബി, അതായത് ബി യു ആയിട്ട് സം ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ദ വെക്റ്റർ ബി ഈസ് മേക്കിംഗ് സം ആംഗിൾ വിത്ത് ബി ആൻഡ് ബി ആർ വിത്ത് സം ആംഗിൾ തീറ്റ, തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, നമ്മുടെ ഫോഴ്സിലേക്ക് ആരാ ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എൻ്റെ വെലോസിറ്റി കമ്പോണൻറ്റ് ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ശ്രമിക്കുകയാണ്, ഇവിടെ ഇതേപോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. നൗ ഐ ആം എൻറ്ററിങ് സംതിങ് ലൈക്ക് ദിസ്, ഇതേപോലെ എൻ്റർ ചെയ്യാണ്, മേ ബി സം തീറ്റ, ആൻഡ് നൗ ദിസ് ഈസ് മൈ വി. സോ വി കോസ് തീറ്റ ഇവിടെ ഉണ്ടാകും, വി സൈൻ തീറ്റ ഉണ്ടാകും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വി സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബിയിൽ എനിക്ക് ആയിട്ട് വരിക. കാരണം എന്താ, ദ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ, ക്യൂ ഇൻറ്റു വി ഇൻറ്റു ബി അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ വി സൈൻ തീറ്റ ഇൻറ്റു ബി ചെയ്താൽ മതി. ക്ലിയർ, വെരി സിമ്പിൾ. ഇനി നോക്കിക്കേ, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകും, ആക്ച്വലി ദിസ് വിൽ ബി ഈക്വൽ ടു വി ക്രോസ് ബി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ഫോഴ്സ് വിൽ ബി നേരത്തെ അതേപോലെ തന്നെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാകും, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാകും. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് സം വെലോസിറ്റി വി കോസ് തീറ്റ ഇൻ ദിസ് ഡയറക്ഷൻ. അതിൽ യൂണിഫോം വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ആ പാരലൽ കമ്പോണൻറ്റ് എന്ത് ചെയ്യുന്നുണ്ടാകും, അത് ഇതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകും. ഇവിടെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാകും, അവിടെ എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും, ഈ ലെവൽ ഈ ടൈപ്പ് ഒരു പാത്തായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഈ പാത്തിൻ്റെ പേരെന്താ, നിങ്ങളെല്ലാവരും പഠിച്ചതാണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് ദിസ് ഈസ് ദ ഹെലിക്സ്. ക്ലിയർ അല്ലേടാ? വെരി ഈസിയാണ്. ഹെലിക്കൽ പാത്ത് ഡിറൈവ് ചെയ്യുന്ന സംഭവമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു പാത്തിൽ ഇഫ് ദ വി ഈസ് മേക്കിംഗ് സം ആംഗിൾ വിത്ത് ബി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി എ ഹെലിക്കൽ പാത്ത്. ക്ലിയർ, ഹെലിക്കൽ പാത്ത്. നൗ ഈ ഹെലിക്കൽ പാത്തിൻ്റെ പിച്ച് നമുക്ക് കാണണം. പിച്ച് എന്ന് വെച്ചാൽ ഈ മൂവ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസാണ് പിച്ച്. സോ എങ്ങനെ പിച്ച് കാണാൻ പറ്റും? പിച്ച് ഈസ് നത്തിങ് ബട്ട് പിച്ച് വിൽ ബി ഈക്വൽ ടു ദ പാരലൽ കമ്പോണൻറ്റ് ഓഫ് ദി വെലോസിറ്റി ഇൻ ടു ടൈം പീരിയഡ്. സോ ദാറ്റ്സ് ഈക്വൽ ടു, അത് എത്രയാണ്, വി കോസ് തീറ്റ. വി സൈൻ തീറ്റയാണ് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്, പാരലൽ കമ്പോണൻറ്റ് എത്ര, വി കോസ് തീറ്റയാണ്. സോ മേ ബി ഐ ക്യാൻ ജസ്റ്റ് റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു വി കോസ് തീറ്റ ഇൻറ്റു ടി എത്രയാണ്, ടൈം പീരിയഡ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ കണ്ട 2πm ഡിവൈഡഡ് ബൈ QB എന്ന് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ ടിക്ക് പകരം. പക്ഷേ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ദ പിച്ച് ഇസ് ഈക്വൽ ടു വി കോസ് തീറ്റ ഇൻറ്റു ടി. ക്ലിയർ ആയിട്ടുണ്ടല്ലോടാ? അപ്പോൾ വെരി സിമ്പിൾ. രണ്ടാമത്തെ കേസിൽ വിത്ത് സം ആംഗിൾ ആണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അവിടെ അത് ഹെലിക്കൽ പാത്ത് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ബയോട്ട്-സവാർട്സ് ലോയിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ബയോട്ട്-സവാർട്സ് ലോ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഇലക്ട്രോണുകൾ, ചാർജ്ഡ് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻസാണ് പറഞ്ഞത്. ഇനി കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ, എല്ലാ കേസുകളിലും നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇതുവരെ നമുക്ക് തന്നതാണ്, ദിസ് ഈസ് സംതിങ്, ഈ ഒരു റിങ്ങിന് ഇത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റീജിയണിൽ ഇത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു റിങ് ഉണ്ട്, ആ ഒരു റിങ്ങിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും? അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എന്തുണ്ട്, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്. ഓഫ് കോഴ്സ് ഇതിൻ്റെ ചുറ്റും എന്തുണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? അതിനൊക്കെ ആരാണ് ഉത്തരം തരുന്നത്? ബയോട്ട്-സവാർട്സ് ലോ ആണ്. സോ ദിസ് ഈസ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. എങ്ങനെ, നമ്മുടെ കൂളോംസ് ലോ ഒക്കെ പഠിച്ച പോലെ അതേപോലെ ഒരു ഡയറക്റ്റ് ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ആണ് ബയോട്ട്-സവാർട്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, what is my dB, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് is equal to nothing but mu0/4π into I ds cross r divided by r square. ds എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ചിലപ്പോൾ നിങ്ങൾ DL ആയിരിക്കും പഠിച്ചിട്ടുണ്ടാകുക. ഈ ചെറിയ ലെങ്ത് എലമെൻ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മേ ബി DL or ds and divided by r square. r square means the r is the distance from this point to the point P. P എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണോ കാണേണ്ടത് ആ പോയിന്റിലേത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ
മ്യൂയുടെ വാല്യൂ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, μ0 = 4π × 10⁻⁻7 ആണെന്നുള്ളതും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് ഓർത്തിരിക്കുക, ദിസ് ഈസ് ദ വെക്റ്റർ ഫോം. ഇനി നമ്മൾ ഇത് വെച്ചിട്ടല്ല ആക്ച്വലി പല പ്രോബ്ലംസും ചെയ്യുന്നത്. കാരണം ഇത് നമുക്ക് അത്ര കണ്ട് പ്രോബ്ലത്തിലേക്കൊന്നും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്, ഈ ഒരു ബേസിക് എക്സ്പ്രഷൻ തന്നെ ആവശ്യമുണ്ട്. പക്ഷേ കൂടുതലായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിൻ്റെതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആംബിയേഴ്സ് ലോയും മറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ആ വെക്റ്റർ ഫോമും മറ്റ് കാര്യങ്ങളും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എനിവേ ലെറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള ചില മാഗ്നറ്റിക് ഫീൽഡുകൾ നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ we will be having a magnetic field on the axis of a circular loop. ഇവിടെ നോക്കിക്കേടാ, ഇവിടെ എനിക്ക് ഇങ്ങനെ ഒരു സർക്കുലാർ ലൂപ്പ് തന്നിട്ടുണ്ട്. Now what? The circular loop is having some current I and the radius R. ഇതിൻ്റെ റേഡിയസ് R ആണ്. Now we have to find a magnetic field at the point P which is at a distance x from the center of the circle. ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന അകലത്തിലാണ് ഇത് എങ്കിൽ എത്രയാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്? അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ ഓരോരുത്തരും പഠിച്ച് വെച്ച തന്നെ ആയിരിക്കും, എങ്കിലും ഞാനിവിടെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് B is equal to μ0 I × R² divided by 2 × x² plus R² the whole raised to 3/2 in I cap ഡയറക്ഷൻ. I cap എന്ന് വെച്ചാൽ ഈ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിൽ കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കണേ, കാരണം നിർബന്ധമായിട്ടും നിങ്ങൾക്ക് അറിയേണ്ട ഒരു ഇക്വേഷനാണ് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിങ് ലൂപ്പ് at a distance x from the center. ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കേ ഇവിടെ എൻ്റെ സെൻറ്ററിൽ കാണുന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കുലാർ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വിൽ ബി ഈക്വൽ ടു വാട്ട്? അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, സെൻറ്ററിലാകണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് P ഇവിടെ എത്തും എന്ന് വെച്ചാൽ എക്സ് എന്തായിരിക്കും, എക്സ് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക, എക്സ് ഇസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദിസ് വിൽ ബി ഈക്വൽ ടു R² all raised to 3/2. R³ വരും, ഇതും ക്യാൻസൽ ചെയ്തു പോകും, ബാക്കി 6 ഉണ്ടാകുള്ളൂ. എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് B is nothing but μ0 I divided by 2R where R is the radius. ഇത് പക്ക ഓർത്തിരിക്കണം, ബിക്കോസ് പല സമയങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വരും. കഴിഞ്ഞ പ്രാവശ്യം CUET ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് ഈ ഭാഗത്തു നിന്നായിരുന്നു, അതായത് പക്ക ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യാനായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യന്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നോക്കിക്കേടാ, നിങ്ങളുടെ കയ്യിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്, ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ് ഹാവിങ് സം റേഡിയസ് R. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് μ0 I divided by 2R എന്നുള്ളത്. I എന്ന് വെച്ചാൽ അതിലൂടെ ഒഴുകുന്ന കറണ്ടാണ്. Now we are coming to the magnetic field due to a long straight wire. അപ്പോൾ ഇത് നമ്മളുടെ ഡിറൈവ് ചെയ്യുന്നത്, ഇപ്പോൾ ഇതാണ് എൻ്റെ ലോങ് സ്ട്രെയിറ്റ് വയർ എങ്കിൽ നമ്മൾ ബയോട്ട്സ്-അവാർഡ്സിലോ വെച്ചിട്ടാണ് ആക്ച്വലി ഇത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇവിടെ ഡെറിവേഷൻ നിങ്ങൾക്ക് വേണ്ട, പകരം നിങ്ങൾ ആ ഒരു കാര്യം എങ്ങനെയാണ് ആ ഫോർമുല വന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക, അത് എന്ത് ചെയ്യുക, ഇക്വേഷനിലിട്ട് കണ്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ദിസ് ഈസ് ദ DL, ഇതാണ്. ഇനി DL എത്ര ഇൻഫിനിറ്റി ലോങ് ആണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വി ഹാവ് ടു ഫൈൻഡ് സം പോയിന്റ് P വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് A ഫ്രം ദ സെൻറ്റർ. എന്ന് വെച്ചാൽ ഇങ്ങോട്ടും തുല്യമായിട്ടുള്ള അകലമാണുള്ളത്, അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം ദിസ് ഈസ് ഇൻഫിനിറ്റി ലോങ്, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഞാൻ അസ്യൂം ചെയ്യുന്ന പോയിന്റിൽ നിന്ന് മുകളിലോട്ടും താഴോട്ടും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഞാനത് പറഞ്ഞുതരാം. സോ അങ്ങനെയാണെങ്കിൽ മേ ബി ദിസ് ഈസ് മേക്കിംഗ് സം ആംഗിൾ φ1 വിത്ത് ഹിയർ ആൻഡ് φ2 വിത്ത് ഹിയർ. അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ നിങ്ങൾ നോക്കിയാൽ മതി, എൻ പോയിന്റുമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് പ്രത്യേകം പറയാൻ കാരണം മേ ബി യു വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിളിൻ്റെ ഉണ്ട് ഹാവിങ് സം ലെങ്ത് L. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം, സോ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്, ഇവിടെ φ1 φ2 അപ്പോൾ എന്താകും, ഇത് മൊത്തം 60 ഡിഗ്രി ആണെങ്കിൽ 30 ആകും. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കാര്യം നോക്കിക്കേ, നിങ്ങൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഞാൻ ഇതാണ്, B will be equal to μ0 divided by 4π into I divided by R into sin φ1 plus sin φ2. ക്ലിയർ ആയിട്ടുണ്ടോ? sin φ1 plus sin φ2. ക്ലിയർ അല്ലേടാ? ഈ എക്സ്പ്രഷൻ ആണ് നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ടത്.
നൗ വാട്ട്, ഇത് ഓരോന്നായിട്ട് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോവുകയാണ്. What will happen if this is into the infinitely long, and what will happen if this is into the half length? ഇതേപോലെ ആകുകയാണെന്നുണ്ടെങ്കിലൊക്കെ എന്താ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇനി ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇഫ് ദ വയർ ഈസ് ഇൻഫിനിറ്റ്ലി ലോങ്, ഇഫ് ദ വയർ ഈസ് ഇൻഫിനിറ്റ്ലി ലോങ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആണെങ്കിൽ നിങ്ങൾ നോക്കി ഇത്രയും വരുന്ന സമയത്ത് ദിസ് വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ഈ രണ്ട് ആംഗിളുകളും ഇത് ഇൻഫിനിറ്റി ആകുന്നതിനനുസരിച്ച് ഈ ആംഗിൾ ഇങ്ങനെ വലുതായി വരും അല്ലേ. സോ മൈ φ1 വിൽ ബി അപ്രോക്സിമേറ്റഡ് ഇൻ ടു φ2 വിൽ ബി അപ്രോക്സിമേറ്റഡ് ഇൻ ടു 90 ഡിഗ്രി. സോ അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷൻ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ദിസ് ഈസ് നത്തിങ് ബട്ട് ബി ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു I ഡിവൈഡഡ് ബൈ R ഇൻറ്റു sin 90 പ്ലസ് sin 90, അത് എത്ര വരും? 2 വരും. എന്ന് വെച്ചാൽ μ0 I ഡിവൈഡഡ് ബൈ 2πR ആയിരിക്കും. എൻ്റെ കയ്യിൽ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ളൊരു വയറുണ്ട്. ആ വയറിനെ കൊണ്ട് അറ്റ് സം പോയിന്റ് ആറിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് ആർ, ഞാനിവിടെ എ മാറ്റിയിട്ട് R ആയിട്ട് എടുക്കണേ. സോ അറ്റ് ദ പോയിന്റ് ആർ ക്ലിയർ ആണല്ലോടാ. വെരി സിമ്പിൾ ആൻഡ് വെരി ഡയറക്റ്റ് എക്സ്പ്രഷൻ, നിങ്ങൾ ഓർത്തിരുന്നതായിരിക്കും. എങ്കിലും ബി ഈസ് ഈക്വൽ ടു μ0 I ബൈ 2πR എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതേ സംഭവം തന്നെ നമുക്ക് ആംബിയേഴ്സ് ലോ വെച്ചിട്ട് പറയാൻ പറ്റും. ആംബിയേഴ്സ് ലോ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ പ്രോബ്ലത്തിലേക്ക് കടക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആംബിയേഴ്സ് ലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോ പഠിച്ചിട്ടുണ്ടാകും, ക്ലിയർ ആയിട്ടുണ്ടാവും. അതായത് ഗോസസ് ലോ പറയുന്നത് എന്താണ്? ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ ഏതൊരു പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഫ് യു നോ ദ ക്ലോസ്ഡ് ചാർജ് ഇൻസൈഡ് ഇറ്റ്. നിങ്ങൾക്ക് ഏത് പോയിന്റ് ആണോ കാണേണ്ടത് ആ ഒരു പോയിന്റിലൂടെ ഇമാജിനറി ഗോസിയൻ സർഫസ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ യു വിൽ ബി ഗെറ്റിംഗ് ദ ഇലക്ട്രിക് ഫീൽഡ്. ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആക്ച്വലി വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ആംബിയേഴ്സ് ലോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ വിൽ ബി ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എൻക്ലോസ്ഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, ഏതാണോ എൻ്റെ ആംബീരിയൻ ലൂപ്പ് ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ആയിരിക്കും ആര് പോകുന്നത്? ഞാൻ കണ്ടിട്ടുള്ള ഈ ഒരു കറണ്ട് പോകുന്നത്. ആ കറണ്ടാണ് ഞാനിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ നോക്കിക്കേ, ഇതേപോലെ ഒരു വയറുണ്ട്. നൗ യു ആർ ജസ്റ്റ് കൺസിഡറിങ് സം ആംബീരിയൻ ലൂപ്പ് സംവെയർ ഹിയർ, കാരണം നിങ്ങൾക്ക് കാണേണ്ട പോയിന്റ് ഇതാണ്. സോ ഞാൻ എന്ത് ചെയ്തു? ഇതിലൂടെ R എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഞാനൊരു ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്തു. നൗ വിൽ ബി വാട്ട്? ബി ഇൻറ്റു അതിൻ്റെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എത്ര വരിക? 2πR വരിക. 2πR ഇസ് ഈക്വൽ ടു μ0. അതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്ര? I ആണ്. സോ ബി വിൽ ബി ഈക്വൽ ടു μ0 I ഡിവൈഡ് ബൈ 2πR. ഇതന്നെയല്ലേ തൊട്ട് മുന്നേ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഈ ഡെറിവേഷൻ കിട്ടിയിട്ടുള്ളത്? ദ സെയിം. അപ്പോൾ ആംബിയേഴ്സ് ലോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടെന്ന് മാത്രം. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്, ചെയ്യാനുണ്ട്, ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. അപ്പോൾ ക്ലിയർ ആണല്ലോ? ആംബിയേഴ്സ് ലോയും ക്ലിയർ ആണല്ലോ? വെരി സിമ്പിൾ. ക്ലിയർ. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ, സോളിനോയിഡ്. നമ്മളിനി പറയാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സോളിനോയിഡും പിന്നെ അതേപോലെ തന്നെ ടൊറോയിഡും ജസ്റ്റ് പറഞ്ഞിട്ട് ഇത്രയും എക്സ്പ്രഷൻസ് നിങ്ങളുടെ കൈകളിലാകും. അത്രയും എക്സ്പ്രഷൻസ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിലെ ക്വസ്റ്റ്യൻസ് കുറേയധികം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻസ് തന്നെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഐ ആം ഡാം ഷുവർ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വന്നിട്ടുള്ള കൺസെപ്റ്റുകളാണ്, വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ്സ് യുവർ ചോയ്സ്. എന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം നമുക്ക്. സോ ഹിയർ ഈസ് എ സോളിനോയിഡ്. അപ്പോൾ സോളിനോയിഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ആ സോളിനോയിഡ് എന്താണെന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഇതാണ് സോളിനോയിഡ് എന്നുള്ളതൊക്കെ. നൗ ദ വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പഠിച്ചതാണ്. ബി ഈസ് ഈക്വൽ ടു μ0 Ni ആയിരിക്കും, വേർ I ഈസ് എ കറണ്ട് ആൻഡ് N ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്, എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കാമെന്ന് മാത്രം. സോ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ക്ലിയർ അല്ലേടാ? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് വെൻ I ഈസ് എ കറണ്ട്, അതിലൂടെ ഒഴുകുന്ന കറണ്ടാണ് എൻ്റെ I, പിന്നെ കോൺസ്റ്റൻറ്റ്. ക്ലിയർ അല്ലേ? സോ μ0 Ni. ഇത് ഇതിൻ്റെ ഉള്ളിലാ. ഇനി നോക്കിക്കേ, അറ്റ് ദ എൻഡ് ഓഫ് ദി സോളിനോയിഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? അറ്റ് ദ എൻഡ് ഓഫ് ദി സോളിനോയിഡ് ആണെങ്കിൽ നത്തിങ്, മൈ ബി വിൽ ബി ഈക്വൽ ടു
ഹാഫ് B0 എന്നായി മാറും. വേറെ ഒന്നുമില്ല. മൈ B will be equal to mu0 Ni divided by 2. So this is at the end of the solenoid. Clear ആയിട്ടുണ്ടോ? At the end of the solenoid. mu0 Ni divided by 2. ഓക്കെ അല്ലേടാ? ഫുൾ സെറ്റ് അല്ലേ? ഇനി നോക്കിക്കേ, ഇനി നമ്മൾ ടൊറോയിഡ് പരിചയപ്പെടാൻ പോവാം. ടൊറോയിഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കൺസെപ്റ്റാണ്. ടൊറോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഓപ്പൺ സ്പേസിൽ അത് 0 ആയിരിക്കും. ഇനി ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇൻസൈഡ് ദ ടൊറോയിഡ് എന്താ, അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചതായിരിക്കും. മൈ B ഇസ് ഈക്വൽ ടു mu0 ഇൻറ്റു ക്യാപിറ്റൽ Ni ഡിവൈഡഡ് ബൈ 2πr. ഇവിടെ R എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും, എൻ്റെ റേഡിയസ് ആണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ക്യാപിറ്റൽ എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് ആക്ച്വലി ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ അതിൻ്റെ എക്സ്പ്രഷനും കൂടെ ഞാൻ ഇവിടെ എഴുതി തരാം. ദിസ് ഈസ് നത്തിങ് ബട്ട് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ആയിരിക്കും ഉണ്ടാവുക? ഇവിടെ ഒന്നിലെ n ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം എത്ര ഉണ്ട്? 2πr ഉണ്ട്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2πr ഇൻറ്റു n ആണ് എൻ്റെ ക്യാപിറ്റൽ n. ക്ലിയർ ആയിട്ടുണ്ടോ? 2πr ഇൻറ്റു n. സോ ഇവിടെ B കിട്ടിയല്ലോടാ. B ഈസ് ഈക്വൽ ടു mu0 Ni ഡിവൈഡ് ബൈ 2πr. ക്ലിയർ അല്ലേ? പക്ക ഓക്കെ അല്ലേടാ? സോ ഈ എക്സ്പ്രഷൻസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റും? ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു ചെറിയ കൺസെപ്റ്റും കൂടെ, അതായത് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ആണ് നമ്മൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. എനിവേ അടിപൊളിയായിട്ട് ഈ ഒരു കൺസെപ്റ്റും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ ഹിയർ വി ഗോ. സോ ഇവിടെ നോക്കിക്കേ, ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പോൾ ഇവിടെ എനിക്കുള്ളത് എന്താന്ന് വെച്ചാൽ രണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താ? ആക്ച്വലി ഇങ്ങനെ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിയിങ് സംഭവം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ദിസ് ഈസ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. സോ ഓഫ് കോഴ്സ് ദിസ് വിൽ ബി പ്രൊഡ്യൂസിങ് സം മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ടാകും? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ രണ്ടാമത്തെ ആൾ എവിടെയുള്ളത്? ദിസ് ഈസ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു I1 പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലൂടെ തന്നെ നിന്നത്. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ? അതിലൂടെയും കറണ്ട് പോകുന്നുണ്ട്. സോ ദ കറണ്ട് carrying conductor placed in a magnetic field will experience a force which is equal to B into I into L. അല്ലേ? ഇവിടെ ഏത് ഡയറക്ഷനിലായിരിക്കും എന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. L ഇങ്ങോട്ടാണ്. സോ രണ്ടും കൂടെ ക്രോസ് ചെയ്താൽ എന്താ കിട്ടുക? B ഇൻറ്റു I ഇൻറ്റു L എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇൻ ബിറ്റ്വീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ഒരേ കാര്യം ആലോചിച്ച് നോക്കുക. ഞാൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാനൊന്ന് പറഞ്ഞുതരാം. വാട്ട് വിൽ ബി മൈ B എന്ന് വെച്ചാൽ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. സോ അത് എത്രയായിരിക്കും? mu0 I by 2πr ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫോഴ്സ് എന്തായിരിക്കും? F ഈസ് ഈക്വൽ ടു B ഇൻറ്റു I ഇൻറ്റു L ആണ്. സോ mu0 divided by 2π into IB divided by D into L if the D is the distance between them. ഇനി നിങ്ങൾക്ക് മിക്കവാറും കാണാനുള്ളത് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആയിരിക്കും. F/L ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. സോ mu0 divided by 2π into IB divided by D ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? IB divided by D ആയിരിക്കും. ക്ലിയർ ആണല്ലോടാ? പക്ക ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓർ ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് F. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓർ F. ഓക്കെ ആണല്ലോ? സോ mu0 divided by 2π into IB divided by D. ക്ലിയർ അല്ലേ? സോ നൗ നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പോകുകയാണ്. ആദ്യം നമ്മൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മറ്റ് ക്വസ്റ്റ്യനുകളിലേക്കൊക്കെ കടക്കും. അപ്പോൾ എനിവേ ഹിയർ വി ഗോ. പെട്ടെന്ന് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ മാക്സിമം ആദ്യം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നോക്കാം നമുക്ക്. സോ ഹിയർ ഇറ്റ് ഈസ്. ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് the electron are accelerated from the rest by applying a voltage of 500 volt എന്ന് വെച്ചാൽ V ഇവിടെ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദി പാത്ത് ഇഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് 100 milli tesla is then applied
അപ്പോൾ ഇവിടെ മാസം എല്ലാ സംഭവങ്ങളും തന്നിട്ടുണ്ട്. വി ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് ദ റേഡിയസ് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മറ്റ് എല്ലാ കാര്യങ്ങളും റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടതാണ് എന്താണ് റേഡിയസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ആർ ഇസ് ഈക്വൽ ടു എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി ആണ്, റൈറ്റ്. സോ നൗ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? എം വി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ അവിടെ ഞാൻ പറയാതെ വെച്ച ഒരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എം വി എന്ന് വെച്ചാൽ എൻ്റെ മൊമെൻറ്റമാണ്. മൊമെൻറ്റം ഈസ് നത്തിങ് ബട്ട് റൂട്ട് 2m ഇൻറ്റു കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി ഈസ് നത്തിങ് ബട്ട് ഇ ഇൻറ്റു വി, റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ഇവിടെ? ഇ ഇൻറ്റു വി ആണെന്നുണ്ടെങ്കിൽ മൈ ആർ വിൽ ബി ഈക്വൽ ടു വാട്ട്? മൈ ആർ വിൽ ബി ഈക്വൽ ടു റൂട്ട് 2m ഇൻറ്റു ഇ വി ഡിവൈഡഡ് ബൈ ഇൻറ്റു ഇ ഇൻറ്റു ബി എന്ന് എഴുതാം. ബിക്കോസ് ക്യൂ ഇൻറ്റു ബി ആണ്. ക്യൂ എന്ന് വെച്ചാൽ ഇവിടെ എത്രയാണ്? ഇ ആണ്. ഹിയർ ക്യൂ ഇസ് ഈക്വൽ ടു ഇ ആണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇവിടേക്ക് ഞാൻ നേരെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് റൂട്ട് ഓഫ് 2 ഇൻറ്റു എം. എത്രയാടാ? എം. ദിസ് ഈസ് ആൻ ഇലക്ട്രോൺ. സോ ഇലക്ട്രോൺ വിൽ ബി ഹാവിംഗ് ദ മാസ് 9.1 ഇൻറ്റു 10 to the power minus 31. 9.1 ഇൻറ്റു 10 to the power minus 31 ഇൻറ്റു ഇ ഇൻറ്റു വി. ഇ എത്ര? 1.6 ഇൻറ്റു 10 to the power minus 90 ആണ്. ഇൻറ്റു വി എത്ര? വോൾട്ടേജ് ഇവിടെ തന്നിട്ടുണ്ട് 500 ആണ്. 500 ഡിവൈഡഡ് ബൈ ഇ ഇൻറ്റു ബി. ഇ എത്ര? 1.6 ഇൻറ്റു 10 to the power minus 90 ഇൻറ്റു ബി എത്ര? ബി ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് 100 മൈക്രോ ആണ്, 100 മില്ലി ആണ്. സോ 100 ഇൻറ്റു 10 to the power minus 3, right? Now this is equal to what? ഇത് എത്രയാടാ കിട്ടുക? ഇവിടെ 2 ഇൻറ്റു 9.1 ഇൻറ്റു 1.6 ഇൻറ്റു 5 എന്നാണുള്ളത്. സോ ഞാൻ പവറൊക്കെ ക്യാൻസൽ ചെയ്ത് ബാക്കി ഫൈനൽ ആൻസറിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദിസ് വൺ വിൽ ബി ഈക്വൽ ടു 7.5 ഇൻറ്റു 10 to the power minus 4 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ അല്ലേടാ? അപ്പം വെരി സിമ്പിൾ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് നമ്മൾ കണ്ടിട്ടുള്ളത്. എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സോ ഹിയർ വി ഗോ. യെസ്, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. സോ ഇവിടെ നോക്കിയേ, ഇവിടെ ഗ്രാഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വിച്ച് വൺ ഈസ് എ കറക്റ്റ് ഫിഗർ ടു റെപ്രസെൻറ്റ് ദ പാത്ത് ഓഫ് എ ചാർജ് മൂവിങ് അറ്റ് ആൻ ആംഗിൾ വിച്ച് മീൻസ് ഇൻ ബിറ്റ്വീൻ 0 and 90 degree ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു വി ആർ ഹാവിങ് സം മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എല്ലാത്തിലും മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണുള്ളത്. പിന്നെ എങ്ങനെ മൂവ് ചെയ്യും? ഇങ്ങനൊന്നും ഒരിക്കലും മൂവ് ചെയ്യില്ല. കാരണം എന്താ? ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് പാത്ത്, ഇങ്ങനെ ഒരു പാത്തേ നമ്മൾ കണ്ടിട്ടില്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ പോകുന്ന സാധനം ഇങ്ങോട്ട് വളയണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദ ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കണം. പിന്നീട് ഈ ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്ക് മാറണം. അപ്പോൾ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഇനി ഇവിടെ നോക്കിക്കേ, നൗ ഹിയർ വി ഹാവ് which one of the correct figure to represent the path of the charged particle moving at an angle in magnetic field. അപ്പോൾ നേരത്തെ തീറ്റ ആംഗിൾ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വി വിൽ ബി ഹാവിങ് സം ആംഗിൾ തീറ്റ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമാണ് അവിടെ സംഭവിക്കുക. ആ പാത്ത് എങ്ങനെയായിരിക്കും ഉണ്ടാകുക? ഹെലിക്കൽ പാത്തിലായിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് എൻറ്ററിങ് വിത്ത് സം ആംഗിൾ തീറ്റ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ദിസ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനാണ് എന്ത്? വിച്ച് മീൻസ് ദ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യും? അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കും. മറ്റത് എന്ത് ചെയ്യുന്നുണ്ടാകും? മുന്നോട്ട് നയിക്കുന്നുണ്ടാകും. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? വെരി ഈസി. നേരത്തെ പറഞ്ഞ അതേ സെയിം കൺസെപ്റ്റ്. Now the next question. In the given figure, E and B are magnitude of the electric and magnetic field which are acting on the moving electron as shown. The direction of the velocity of the electron along the x-axis is. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ്? ദ ഡയറക്ഷൻ ഓഫ് ദി വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ആണ് ഇവിടെ നേരെ തിരിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ പറഞ്ഞത് എന്താ? ഇ ആൻഡ് ബി ആർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ആർ വിച്ച് ആക്ടിങ് ഓൺ എ മൂവിങ് ഇലക്ട്രോൺ ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇയുടെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണ്? ഇങ്ങോട്ടാണ്. ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ബി വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ.
So this is the direction of E and this is the direction of B, and now we will be having the direction of V here. അപ്പോൾ ഞാനിവിടെ നോക്കുകയാണ് ഇവിടെ ഏതൊക്കെ ഫോഴ്സുകൾ ആക്ട് ചെയ്ത ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഇലക്ട്രോൺ ഈസ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇവിടെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ എനിക്ക് ആരുണ്ടാകും, Q ഇൻറ്റു V ക്രോസ് ബി എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ആ V ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്താ, V ക്രോസ് ബി ദിസ് വിൽ ബി ഇൻ മൈനസ് വൈ ക്യാപ്പ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ജെ ക്യാപ്പ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. അപ്പോൾ വി ബി ജെ ക്യാപ്പുള്ള ഏതെങ്കിലും ഒരു ഉത്തരമായിരിക്കും ഉണ്ടാവുക. ഇനി Q ഇൻറ്റു ഇ, ഇയുടെ എൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഞാൻ നോക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ദിസ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ക്യു ഇ എങ്ങോട്ടാണ് ആക്ച്വലി, ദിസ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദിസ് വൺ. പക്ഷേ എനിക്ക് മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്, Q ഇൻറ്റു വി ക്രോസ് ബി എന്ന് വെച്ചാൽ പിന്നീട് ആ പാർട്ടിക്കിൾ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ നോക്കുക ഫോഴ്സ് ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര് സംഭവിക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എൻ്റെ കയ്യിലുള്ള സാധനം മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, എൻ്റെ ആദ്യത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസ് Q ഇൻറ്റു വി ഇൻറ്റു ബി ആയിരിക്കും എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുണ്ടാക്കുന്ന ഫോഴ്സ്. മറ്റതെന്തായിരിക്കും, മൈനസ് QE ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിളായിട്ട് നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോടാ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോ ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വി വിൽ ബി ഹാവിംഗ് ദാറ്റ് എ ലോങ് സ്ട്രെയിറ്റ് വയർ ഓഫ് റേഡിയസ് എ carry a current distributed uniformly over its cross section area. Ratio of the magnetic field due to the wire at a distance a/3 and at a distance 2a respectively are. അപ്പോൾ രണ്ട് സ്ഥലത്തുള്ള എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്, റേഷ്യോ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ റേഷ്യോ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ നമുക്ക് അറിയാം, because the magnetic field due to this one will be equal to B is equal to nothing but mu 0 I enclosed divided by 2 pi r ആണ്. അപ്പോൾ ഇവിടെ യൂണിഫോം ഏരിയയിലാണ് എ ലോങ് സ്ട്രെയിറ്റ് വയർ ഓഫ് റേഡിയസ് എ ക്യാരീസ് എ കറണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മേ ബി ഫോർ എക്സാമ്പിൾ ഐ ആം ജസ്റ്റ് ടേക്കിംഗ് ദ കറണ്ട് ആസ് ഐ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഐ ആം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് ഐ. അപ്പോൾ ആയിട്ട് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എ എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ മുഴുവനായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ കാണുന്ന 2a എന്ന് പറയുന്ന സാധനമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, മേ ബി ഇതാണ് എൻ്റെ ആ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ന് വെച്ചോ നിങ്ങൾ. ഫോർ എക്സാമ്പിൾ ദിസ് വൺ, ഇവിടെയാണ് എൻ്റെ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉള്ളത്. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് 2a. 2aയിലാണെങ്കിൽ എന്താ ഉണ്ടാവുക, mu 0 I ഡിവൈഡ് ബൈ 2 pi ഇൻറ്റു 2a. r എന്ന് വെച്ചാൽ 2a ആയിരിക്കും, ബിക്കോസ് ഇതാണ് ആ പോയിന്റ്, റൈറ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇതിലൂടെ ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ആംബീരിയൻ ലൂപ്പിൻ്റെ ഉള്ളിലൂടെയാണ് എൻ്റെ ടോട്ടൽ കറണ്ട് എല്ലാം കടന്നു പോകുന്നത്. അതായത് I എന്ന് പറയുന്ന ടോട്ടൽ കറണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്. സോ ഐ ക്യാൻ ടേക്ക് mu 0 I. ഇനി അടുത്ത ആൾ നോക്കുകയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു mu 0 I ഡിവൈഡഡ് ബൈ 4 pi a എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ, B at 2a. നൗ വാട്ട്, നൗ B at എനിക്ക് എവിടെ കാണേണ്ടത്, B at a/3. a/3യിൽ ആക്ച്വലി എന്താ സംഭവിക്കുക, a/3യിൽ വരുന്നത് mu 0 ഇൻറ്റു I at a/3 ഡിവൈഡഡ് ബൈ 2 pi ഇൻറ്റു a ഡിവൈഡഡ് ബൈ 3 എന്നുണ്ടാവുക. അപ്പോൾ ഈ I at a/3 ആക്ച്വലി എന്താ, I എന്ന് പറയുന്ന ഫുൾ കറണ്ട് ആക്ച്വലി അവിടെ ഇല്ല. ഇവിടെ എത്ര ഉണ്ടാകുള്ളൂ, a/3 എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതേ എനിക്കിവിടെ ഉണ്ടാകുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ ഇതിനെ എഴുതാനായിട്ട് പറ്റും. സോ ഐ ആം ജസ്റ്റ് റൈറ്റിംഗ് ദ I ഇൻ ടേംസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി ഞാനൊന്ന് എഴുതി നോക്കുകയാണ്. കാരണം കറണ്ട് ഡെൻസിറ്റി J എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, I ഡിവൈഡ് ബൈ എക്കാണ്. സോ അങ്ങനെയാണെങ്കിൽ മൈ I ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് ഇവിടെ J യൂണിഫോം കറണ്ട് ഡെൻസിറ്റി ഉണ്ടാകും. സോ J ഇൻറ്റു എ എന്ന് എനിക്ക് എഴുതാനായിട്ട് പറ്റും, J ഇൻറ്റു എ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ J എത്രയെന്നുള്ളത് എനിക്ക് അറിയില്ല. ഫോർ എക്സാമ്പിൾ ഫോർ ദ ടൈം ബീങ് ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ഫൈൻഡ് ദ J ഇസ് ഈക്വൽ ടു I ആണ് എൻ്റെ കറണ്ട്. ഏരിയ എത്രയാണ്, ദിസ് ഈസ് മൂവിങ് ത്രൂ ആൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ദ റേഡിയസ് ഈസ് a ആണ്. സോ അങ്ങനെയാണെങ്കിൽ എത്ര വരിക, I ഡിവൈഡഡ് ബൈ pi a² ആണ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ദ കറണ്ട് അറ്റ് ദ പോയിന്റ് a/3 എത്രയായിരിക്കും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു J ഇൻറ്റു എ ആയിരിക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ pi a² ഇൻറ്റു pi ഇൻറ്റു a² ഡിവൈഡ് ബൈ 3² 9 എന്നുണ്ടാകും. സോ അങ്ങനെയാണെങ്കിൽ എത്ര വരിക, ദിസ് വിൽ ബി ഈക്വൽ ടു
പൈ ക്യാൻസൽ ചെയ്തു, എ സ്ക്വയർ ക്യാൻസൽ ചെയ്തു, ഐ എത്ര ആയിരിക്കും? I/9 ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ I/9 ആണെങ്കിൽ ഇവിടെ എത്ര വരും? ദിസ് വിൽ ബി ഈക്വൽ ടു μ0 ഇൻറ്റു I ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു 9a ഇൻറ്റു ഇവിടെ 2π ഇൻറ്റു ഇവിടെ 9 ആണ്, എ ഉണ്ട്, ബൈ 3. സോ ഇൻറ്റു 3 എന്ന് വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ ഇവിടെ 3 ആണ്, സോ 6π എന്നുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോ? μ0 I ഡിവൈഡഡ് ബൈ 6π. ക്ലിയർ ആയിട്ടുണ്ടല്ലോടാ? അപ്പോൾ രണ്ടാളെ എനിക്ക് കിട്ടി. μ0 I ബൈ 6πയും കിട്ടി, μ0 I ബൈ 4πയും കിട്ടി. നോ വാട്ട്, വി ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോസ്. ആരൊക്കെ തമ്മിലാണ്? എ ടു ദിസ് വൺ. സോ അങ്ങനെയാണെങ്കിൽ μ0 ബൈ 4π, μ0 ബൈ 4π, μ0 I ബൈ 4π എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ ഉണ്ടാവുക? 6/4 എന്നുണ്ടാകും, 4/6 എന്നുണ്ടാകും. സോ അങ്ങനെയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2/3. ക്ലിയർ? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? വെരി ഈസി. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ ആണല്ലോ? നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. സോ ഹിയർ വി ഗോ. ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഹിയർ വി ഹാവ് എ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഇവിടെ എങ്ങനെയുള്ളത്? എ സ്ട്രെയിറ്റ് വയർ ക്യാരിങ് എ കറണ്ട് ഓഫ് 12 ampere is bent into a semicircle of radius 2 centimeter. What will be the magnetic field at the center of the semicircular loop? അപ്പോൾ ഈ സെമി സർക്കുലർ ലൂപ്പിനെ കൊണ്ടുണ്ടാകുന്ന സെൻറ്ററിൽ എത്ര ഉണ്ടാകുന്നതെന്ന ചോദ്യം. അപ്പോൾ മൊത്തം ഒരു ലൂപ്പിൻ്റെത് നമുക്കറിയാം എത്രയായിരുന്നു? ബി ഇസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ പഠിച്ചു വെച്ചതാ. എൻ്റെ ബി എത്രയായിരിക്കും? ബി ഇസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 2R ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഇത് എത്ര ഉണ്ടാകും? μ0 I ഡിവൈഡഡ് ബൈ 4R ഉണ്ടാകും. ക്ലിയർ അല്ലേടാ? μ0 I ഡിവൈഡഡ് ബൈ 4R ഉണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു μ0 I ഡിവൈഡ് ബൈ 4R. ബിക്കോസ് ടോട്ടൽ റിംഗ് ഇല്ല, സർക്കിൾ ഇല്ല, അതിൻ്റെ പകുതി ഉണ്ടാകുള്ളൂ. സോ μ0 I ഡിവൈഡ് ബൈ 4R ഉണ്ടാകും. ഇനി എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? നേരത്തെ ഓൾറെഡി എനിക്ക് അറിയാവുന്ന വാല്യൂസ് വേണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു μ0യുടെ വാല്യൂ എന്താ? μ0 വേണമെങ്കിൽ എനിക്ക് μ0 ബൈ 4π എന്നാക്കി മാറ്റാം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. സോ മൈ ബി വിൽ ബി ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു പൈ ഇൻറ്റു I ഡിവൈഡ് ബൈ R എന്ന് എഴുതാം. വാട്ട് ഈസ് മൈ μ0 ബൈ 4π? 10⁻⁻7 ഇൻറ്റു പൈക്ക് ഞാൻ 3.14 കൊടുക്കുകയാണ്, ഇൻറ്റു I എത്ര? I ഇസ് ഈക്വൽ ടു 12 ആംപിയർ. സോ 12 ഡിവൈഡ് ബൈ R എത്രയാണ്? R എന്ന് വെച്ചാൽ 2 സെൻറ്റിമീറ്റർ ആണ്. സോ വിച്ച് മീൻസ് 2 ഇൻറ്റു 10⁻⁻2. സോ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ഇവിടെ നേരെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. സോ 6 ഇൻറ്റു 3 നിയർലി 18ൻ്റെ മുകളിലുണ്ടാകും, കാരണം 3.14 ആണ്. അപ്പോൾ 1.9 ഇവിടെ ഉണ്ട് എന്ന് വെച്ചാൽ 18 സംതിങ്. സോ ഇവിടെ ബാക്കി ക്യാൻസൽ ചെയ്യാൻ 10⁻², ഇതിൽ ക്യാൻസൽ ചെയ്താൽ 10⁻5 ഉണ്ടാകും. അപ്പോൾ 1.9 ഇൻറ്റു 10⁻4 ആയിരിക്കും എൻ്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? സോ 1.9 ഇൻറ്റു 10⁻4. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ ഈസ്. ഓക്കെ, ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ 1.9 ഇൻറ്റു 10⁻4 തന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡയറക്ഷൻ ഇങ്ങോട്ടാകുമ്പോൾ ഞാൻ എങ്ങനെ ക്രോസ് ചെയ്യേണ്ടത്? ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങോട്ടാണ് വരുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ ഇൻറ്റു ദ പേപ്പർ ആയിരിക്കും, അതിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതെന്ന് വെച്ചാൽ ഔട്ട്വേർഡ് ആണ്, ഇതെന്ന് വെച്ചാലോ ഇൻവേർഡ് ആണ്, ഉള്ളിലോട്ടാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ വെരി ഈസി ക്വസ്റ്റ്യൻസ്. ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളാണ് മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം എന്നൊക്കെ. പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആകാം മേ ബി, കാരണം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതിലേക്ക് പോവാണ്. സോ ഹിയർ വി ഹാവ് എ മാഗ്നറ്റിക് ഫീൽഡ് at a center of the circular current carrying conductor of radius R is BC. The magnetic field at the center of a circular current carrying conductor of radius R is BC. എന്ന് വെച്ചാൽ μ0 I ഡിവൈഡ് ബൈ 2R ആണ് തന്നിട്ടുള്ളത്, BC. Magnetic field on its axis at a distance R from the center is BA. The value of the BC divided by BA will be equal to what? അപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം സംഭവം ഇവിടെ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി.
ഒന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള ബി സി എന്ന് പറയുന്നത് എന്താ, ബി സി ഈസ് നത്തിങ് ബട്ട് ബി സി ഈസ് ഈക്വൽ ടു μ0I ഡിവൈഡഡ് ബൈ 2R ആണ്. ഇനി അതേപോലെ ബി എ എവിടെയാണ്, ബി എ ആക്സിസിലാണ്. ദാറ്റ്സ് ഈക്വൽ ടു μ0I ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. എക്സ് ഇവിടെ എത്രയാണ്, ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആറ്റ് ആൻ ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെൻറ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫോർ ദ ടൈം ബീങ് ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. ഇതാണല്ലോ എൻ്റെ ഫോർമുല. നൗ വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ ബി എ. എനിക്ക് ഇവിടെ കാണണം. സോ ബി എ എത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ദിസ് ഈസ് അറ്റ് ദ ഡിസ്റ്റൻസ് ആർ. എക്സ് ഇസ് ഈക്വൽ ടു ആറിലാണ്. എത്രയാണോ എൻ്റെ റേഡിയസ് അതേ ഡിസ്റ്റൻസിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ബി എ എത്രയായിരിക്കും, ബി എ വിൽ ബി ഈക്വൽ ടു മൈ ബി എ വിൽ ബി ഈക്വൽ ടു μ0I ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. സോ ആർ സ്ക്വയർ പ്ലസ് ദിസ് ഈസ് അറ്റ് ദ ഡിസ്റ്റൻസ് ആർ. സോ അത്ര വരും, അവിടെ എഗെയിൻ ആർ സ്ക്വയർ വരും, ദ ഹോൾ റേസ് ടു 3/2. ക്ലിയർ. നൗ ദിസ് ഈസ് ഈക്വൽ ടു μ0I ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2R സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. 2R സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എങ്ങനെ വരിക, √3IR സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു √2 ദ ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ എത്ര വരിക, √2 ദ ഹോൾ ക്യൂബ് എന്ന് വരും. √2 ഹോൾ ക്യൂബ് എത്ര, 2 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. സോ 2√2 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി 2 ഉണ്ട്, അപ്പോൾ എന്ത് കിട്ടും, 4√2 എന്ന് കിട്ടും. സോ 4√2 ഇൻറ്റു 4√2 ഇൻറ്റു ഇനി ആർ സ്ക്വയറിൻ്റെ ഹോൾ റേസ് ടു 3/2. അത് എത്ര വരിക, റൂട്ട് എടുത്താൽ 6 വരും. സോ ആർ ക്യൂബ് എന്ന് വരും, ആർ ക്യൂബ്. സോ ഇതിൽ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ ഉണ്ടാക്കുക, μ0I ഡിവൈഡ് ബൈ 4√2R എന്നുണ്ടാകും. ഇതാണ് എൻ്റെ ബി എ. ബി സി ഓൾറെഡി ഇവിടെ ഉണ്ട്, μ0I/2R ആണ്. μ0I/2R ആണ്. നൗ വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി ബി സി ഈസ് ടു ബി എ എന്ന് വെച്ചാൽ ബി സി ബൈ ബി എ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ വി വിൽ ബി ഹാവിങ് ദ ബി സി ഡിവൈഡഡ് ബൈ ബി എ വിച്ച് ഈസ് ഈക്വൽ ടു ബി സി എത്രയാടാ, ബി സി μ0I ഡിവൈഡഡ് ബൈ 4√2R ആണ്. 4√2R ആണ് ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ടാകും, 2R ഇൻറ്റു μ0I എന്നുണ്ടാകും. സോ μ0Iയും Iയും ക്യാൻസൽ ചെയ്ത് ആറും ക്യാൻസൽ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ 2 ഇതിൽ ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2√2 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 1:2√2 ഈസ് ദ ആൻസർ. 1:2√2. യെസ്, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടല്ലോടാ. അപ്പം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ മൂവിങ് ചാർജ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഏരിയാസിലെ ഫോർമുലാസും അതിലെ തിയറിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈവിലൂടെ ഗോ ത്രൂ ചെയ്താൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾ മുന്നിലേക്ക് എത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും അടിപൊളിയായിട്ട് പഠിക്കുക. വരുന്ന CUETക്ക് ഏറ്റവും അടിപൊളി റാങ്ക് വാങ്ങാൻ തന്നെ നിങ്ങൾക്ക് പറ്റട്ടെ. എന്തായാലും വരുന്ന ക്ലാസ്സുകളിലും മറ്റൊക്കെ ആയിട്ട് കാണാം. സോ ബൈ.